ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഞാൻ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഈ ഫുട്ബോളിൽ എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിലയിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇപ്പം നമ്മളെ ചാനൽ ഡൗൺ ടൈമിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ ചാനൽ വീണ്ടും അപ്പായി വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് എന്നത് ജസ്റ്റ് ഈ വീഡിയോ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇതാ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ലഭിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇഷ്ടം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ആയാലും ഇനി എനിക്ക് വരാൻ പറ്റുമോ? അപ്പോൾ അപ്പം നമുക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഫുട്ബോളിൽ ഇപ്പോൾ ഉള്ള എൻ്റെ കറങ്ങിലുള്ള സ്കോഡ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, നമുക്ക് സ്കോഡിലേക്ക് പോകാം. അപ്പം എൻ്റെ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് 4-2-4 എന്ന് പറഞ്ഞ ഫോർമേഷനാണ്. അതുപോലെ തന്നെ സ്ട്രൈക്കേഴ്സായിട്ട് ഇപ്പോൾ ഉള്ളത് എൻ്റെ ഷെവയുണ്ട്, പോർലാനും ഉണ്ട്, പിന്നെ അവിടെ ചീസയുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് ഇട്ടതാണ് ലാമിൻ ജമാലിനെ. അപ്പം ലാമിൻ ജമാലിനെ ഇട്ടതാണ്. പിന്നെ നമ്മുടെ ഡിഫൻസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻഡിങ് മിഡ്ഫീൽഡിനകത്ത് നമ്മുടെ കാൻറ്റി ഉണ്ട്, പിന്നെ റൊബ്രി ഉണ്ട്. ആളും സെൻറ്ററായിട്ട് ഞാൻ റൊബ്രിനെ യൂസ് ചെയ്യാറ് ചില സമയത്ത് സെൻറ്റർ മിഡ്ഫീൽഡറായിട്ട്. ഡിഫൻസിൽ ഞാൻ അധികം യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ കാൻറ്റി ആയിരിക്കും സെൻറ്ററിലേക്ക് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് പുള്ളീനെ ഇപ്പം സെൻറ്ററായിട്ടാണ് ഞാൻ കളിക്കുന്ന ടൈമിൽ സെൻറ്ററാക്കും പുള്ളീനെ. പിന്നെ ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പുള്ളി എൻ്റെ കയ്യിലുണ്ട്. പുള്ളി ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ആളുടെയാണ്, അതൊരു മാറ്റവും ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് കോസ്റ്റേനെ എടുത്ത് നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് കാൻറ്റിക്ക് വരും, എന്നിട്ട് പുള്ളിക്ക് സെൻറ്റർ ബാക്ക് ഒതുക്കുകയും ചെയ്യും. സോറി, ഡിഫൻഡിങ് മിഡ്ഫീൽഡറായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഇട്ട് കളിപ്പിക്കും. എന്താ ഇതുപോലെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ സൈഡിനകത്ത് ഹെർണാണ്ടസിനെയും പ്ലേ ചെയ്യും. പക്ഷേ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്ന സ്കോഡ്. പിന്നെ നമ്മുടെ ഡിഫൻഡർ ഡിസ്ട്രോയർ ആയിട്ടൊക്കെ കനവാലോ ഉണ്ട്, പുള്ളിനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് സ്കോഡിനകത്ത് കളയാൻ തോന്നാത്ത ഈ പ്ലെയറാണ് ബെക്കംബർ. അപ്പോൾ ബെക്കംബറിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബിൽഡപ്പാണ് പുള്ളി, പ്രകാരമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ലാഹിമുണ്ട്. എനിക്ക് ലാഹിമും കനവാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു രണ്ട് പ്ലേയേഴ്സാണ്. അപ്പം ഫ്രീ ആയിട്ടല്ല, ഒരു 200 കോയിന് കിട്ടി. എന്നാൽ 100 വെച്ച് കറക്കിയപ്പോൾ എനിക്ക് കനവാലൂന് കിട്ടി, അതൊരു ലാഹിമിനെയും കിട്ടിയായിരുന്നു. 200 കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടുപേര്. അപ്പോൾ ഞാൻ ഹാപ്പി. അപ്പോൾ പുള്ളിനെ നമ്മളെ ഇവിടെ യൂസ് ചെയ്യുക. പിന്നെ ബെന്നുണ്ട്, അതെ ബെന്നില്ലേ ബെൻ പുള്ളീനെയും യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ കൂടുതലും യൂസ് ചെയ്യുന്ന ലാഹിമിനെയാണ് ബാക്കായിട്ട്. പിന്നെ സബിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഒബ്ലാക്കിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഗോൾ കീപ്പറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വിക്ടർ എന്ന് പറഞ്ഞ ഗോൾ കീപ്പറാണ് കറൻ്റ് ഇപ്പോൾ യൂസ് ആക്കുന്ന വിക്ടറിനെയാണ്. അപ്പം വിക്ടറാണ് ഇപ്പം നമ്മുടെ ഫ്രീക്കാത്ത തന്നെയാണ് ചെയ്ത് ഇറക്കത്തില്ല, ഡെയിലി പെനാൽറ്റി ഷൂട്ടറിൽ കിട്ടുന്ന ഒരു കാർഡാണ്. പിന്നെ ഒബ്ലാക്കും ഉണ്ട്, ഒബ്ലാക്കിനെ അങ്ങനെ കിട്ടിയതാണ്. പിന്നെ മിഡ്ഫീൽഡർ ക്രിയേറ്റീവ് പ്ലേ മേക്കറെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കളിക്കാറുണ്ട്. കാരണം ക്യാൻറ്റീനൊക്കെ ഈ ഒരു പൊസിഷൻ ഇട്ട് വെച്ചിട്ട് ഞാൻ കളിക്കും. അപ്പം അങ്ങനെ കളിക്കുന്ന ടൈമിൽ ഞാൻ ഇറക്കുന്നതാണ് എന്താ മെൻഡിറ്റേനെയും സ്നൈഡറിനെ. പാൽമറിനെ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് ലാമിൻമറിന് പകരമാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ എൻ്റെ എംബ്രയ്ക്കുണ്ട്. എംബ്രയ്ക്കിന് ഒരു സ്ട്രൈക്കർ. പക്ഷേ എനിക്ക് എംബ്രയ്ക്കിനെ വലിയ രീതിയിൽ അങ്ങോട്ട് തെറ്റായി ഇതാവുന്നില്ല. കാരണം അറിയാമല്ലോ പുള്ളി മറ്റേ ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എനിക്ക് കളിക്കാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എംബാപ്പയുണ്ട്. ഞാൻ ഈ എംബാപ്പയാണ് സ്ഥിരം യൂസ് ചെയ്യാറ്. നൈസ് ഒരു കാർഡാണ് എംബാപ്പയുടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡാണ്. പിന്നെ നെയ്മറിനെ എപ്പോഴും സ്കോർ ചെയ്യിപ്പിക്കും. കാരണം നെയ്മർ ചില സമയത്ത് ഫോം ഔട്ട് ആവും. അങ്ങനെ ഒരു രീതി ആയതുകൊണ്ട് ഞാൻ പുള്ളിനെ എപ്പോഴും ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയതുകൊണ്ട് അങ്ങനെ പുള്ളിനെ എപ്പോഴും ഞാൻ ഇട്ടിരിക്കും. കാരണം എനിക്ക് വിങ്ങിൽ ചില സമയത്ത് ആവശ്യം വരുമ്പോൾ ഞാൻ സ്ട്രൈക്കിംഗ് സോണിലും സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് അങ്ങനെയൊക്കെ ആവശ്യം വരുന്നുണ്ട് ഞാൻ പുള്ളിനെ സബ്മിറ്റ്. പിന്നെ നമ്മളെ കയ്യിൽ വരുന്നതാണ് ഫ്രീ ആയിട്ട് കിട്ടിയതിന്, അതും ഫ്രീ ആയിട്ട് കിട്ടിയതിന് ഡേവിഡ് ബെക്കാമിനെ യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് ഈ ക്രോസ് ഇട്ട് ഞാൻ ഗോളടിക്കും പുള്ളിനെ. അപ്പോൾ ഈ ചില സമയത്ത് ഞാൻ പുള്ളിനെ സബ് ഇറക്കും, എന്നിട്ട് ഗോള് കിട്ടിയില്ലെങ്കിൽ പുള്ളിനെ വെച്ച് ഗോളടിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ബെൻ വെയിറ്റ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ സബ് വരുന്നതെന്ന് വെച്ചാൽ ടോണി ആഡംസ് ആണ്. പുള്ളിനെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ബെക്കംബർ അല്ലെങ്കിൽ ഞാൻ പുള്ളിനെ യൂസ് ചെയ്യില്ലെങ്കിൽ കനവാജോനെ വെച്ചിട്ട് പുള്ളിയെ യൂസ് ചെയ്യും. പക്ഷേ കനവാജോയാണ് ഞാൻ ഏറ്റവും കൂടുതലും കളിക്കാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ
ഫെർണാണ്ടോ തോറസ് 500 കോയിൻ എടുക്കുന്നത് സംഭവം. പിന്നെ ടിയാഗോ ഫെർണാണ്ടസിനെ യൂസ് ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർച്ചുഗൽ. പിന്നെ മാഞ്ചസ്റ്റർ വരുന്നത് ഫ്രാങ്ക് റിക്കാർഡാണ്. പുള്ളിനെ യൂസ് ചെയ്യാൻ എൻ്റെ ചാവിയുണ്ട്, പിന്നെ സീക്കോയും ഉണ്ട്. പുള്ളി ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നില്ല, എന്നാൽ ഞാൻ ലോങ് ബോൾ കൗണ്ടറാണ് കളിക്കാറ്. അപ്പം പുള്ളിനെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എൻ്റെ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ട്, പിന്നെ അവരെയൊന്നും യൂസ് ചെയ്യുന്നില്ല കറൻ്റ്ലി. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ ഉള്ള ഈ സ്കോർ എന്ന് പറയുന്നത്. ഫോർമേഷൻ ഞാൻ പറയില്ലേ 4-4 ആണ്. പിന്നെ ഞാൻ കോയിൻ വെച്ച് ഇത് ഒരാൾ കമൻറ്റ് ഇട്ട് തന്നെ കോയിൻ വെച്ചിട്ടുള്ളൊക്കെ ജസ്റ്റ് കറക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുമെന്ന്. തീർച്ചയായിട്ടും എടുക്കാം. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ മാക്സിമം സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, കോയിൻ കറക്കുന്നതും ഒക്കെ ഞാൻ ഇട്ടേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എൻ്റെ സ്കോർ കാണിക്കുന്നതായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.